ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ നീലേശ്വരത്തെ തളി നീലകണ്ഠേശ്വര ശിവക്ഷേത്രത്തെക്കുറിച്ചും തളിയിലപ്പനെക്കുറിച്ചുമാണ്. ഇവിടുത്തെ ശിവനെ നാട്ടുകാർ തളിയിലപ്പനായിട്ടാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ആൽത്തറയും അതിന് ചുറ്റിലിരുന്ന് വർത്താനം പറയുന്ന ആളുകളും. എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വരാറുള്ളത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉത്തര കേരളത്തിലെ തന്നെ ഇരട്ട ഗോപുരങ്ങളുള്ള അല്ലെങ്കിൽ ഇരട്ട പടിപ്പുരയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളിയിലെ നീലകണ്ഠേശ്വര ക്ഷേത്രം എന്നുള്ളതാണ്. നീലേശ്വരം ആ പേരിൽ അറിയപ്പെടുന്നത് തന്നെ നീലകണ്ഠനായ ശിവൻ്റെ വാസസ്ഥലമായതിനാലാണ് എന്നാണ് സ്ഥലപുരാണത്തിൽ പറയുന്നത്. പക്ഷേ അതിനു മുൻപ് നീലി എന്ന ദേവതയുടെ ആവാസഭൂമിയായിരുന്നു ഇവിടമെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രദേശം മൊത്തം നീലീചലം അഥവാ നീലേശ്വരം എന്നറിയപ്പെടുന്നതായും കരുതപ്പെടുന്നു. പണ്ട് നീലമഹർഷി തപസ്സനുഷ്ഠിച്ച സ്ഥലമായതിനാലാണ് നീലേശ്വരം എന്ന പേര് വന്നത് എന്നുള്ള അഭിപ്രായങ്ങളും നിലവിലുണ്ട്. ഈ തളിയിൽ അമ്പലത്തിൽ ഇവിടുത്തെ ശിവനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം മഹാവിഷ്ണുവിന് നൽകി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് വടക്കുംനാഥൻ്റെ അമ്പലമെന്ന് ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഉപദേവാലയത്തിൽ ഉപരി പ്രാധാന്യം ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിന് നൽകിക്കൊണ്ട് പ്രത്യേകം പടിപ്പുര മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിന് നിർമ്മിക്കാൻ തീരുമാനമുണ്ടായതും അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സാഫല്യത്തിൽ വന്നതും. നീലേശ്വരത്തെ തളിയിൽ അമ്പലത്തിൽ പണ്ടേ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമുണ്ടായിരുന്നു എന്നും പിന്നീട് നീലമഹർഷി കാശിയിൽ ചെന്ന് സ്വന്തം തപം കൊണ്ടാർജിച്ച ശിവലിംഗം ഇവിടെ കൊണ്ടുവന്ന് പരശുരാമനാൽ പിന്നീട് പ്രതിഷ്ഠ നടത്തിയതാണ് എന്നുമുള്ള ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് തളിയിലമ്പലത്തിനും നീലേശ്വരം തളിയിലമ്പലത്തിനും ചില സമാനതകളുണ്ട്. കോഴിക്കോട് തളിയിലമ്പലത്തിൽ ഇതുപോലെ തന്നെ ശിവനും മഹാവിഷ്ണുവിനും പ്രത്യേകം പ്രതിഷ്ഠയും കൊടിമരവുമുണ്ട്. നീലേശ്വരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു അള്ളടാ സ്വരൂപം. അവരുടെ കുലദൈവമായിരുന്നു തളിയിലപ്പൻ. അള്ളടാ സ്വരൂപം രാജവംശമായിരുന്നു ക്ഷേത്രം നടത്തി വന്നിരുന്നത്. വിഷു ഒക്കെ വരാറായില്ലേ, അതിൻ്റെ സൂചനയാണ്. എന്ത് രസമാണല്ലോ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന കാണാൻ വേണ്ടിയിട്ട്. ഏതൊരു ദേശത്തിനും താളിയോലകളിലും ചെമ്പോലകളിലും ശിലാലിഖിതങ്ങളിലുമായി ഒക്കെ എഴുതപ്പെട്ട അതിപുരാതനമായ, കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ കൗതുകം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു പൂർവ്വചരിത്രം കാണും. എന്തിനധികം പറയുന്നു, സ്ഥലങ്ങളുടെയൊക്കെ പേര് തന്നെ എടുത്തു നോക്കൂ. നമ്മുടെയൊക്കെ നാടുകളുടെ പേരുകളുടെ ഉത്ഭവം തന്നെ ആ നാടിൻ്റെ പൂർവ്വചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് കേരളത്തിൻ്റെ കോഴിക്കോട് ഭാഗത്ത് സാമൂതിരിയും കേരളത്തിൻ്റെ വടക്കേ അറ്റം ഭരിച്ചിരുന്നത് കോലത്തിരി രാജാക്കന്മാരുമാണ് എന്നുള്ള കാര്യം. പക്ഷേ അധികമൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമുണ്ട്. സാമൂതിരിയുടെ രാജവംശവും കോലത്തിരി രാജവംശവും ചേർന്നുണ്ടായ ഒരു പുതിയ രാജപരമ്പരയെപ്പറ്റി. അതാണ് 14-ാം നൂറ്റാണ്ടിൽ രൂപീകൃതമായ അള്ളടാ സ്വരൂപം അഥവാ നീലേശ്വരം രാജവംശം. കേരളത്തിൻ്റെ ചരിത്രാന്വേഷകർ മറ്റും മലബാറിൻ്റെ വടക്കേ അതിർത്തിയായി കണക്കാക്കി വന്ന പയ്യന്നൂർ വരെയുള്ള ചരിത്രത്തിലാണ് കൂടുതലും ശ്രദ്ധ വെച്ചത്. അതിൽ അള്ളടാ ദേശത്തിൻ്റെ ചരിത്രമോ അള്ളടത്തിന് വടക്ക് മഞ്ചേശ്വരം വരെയുള്ള ചരിത്രമോ വെളിപ്പെടുത്താൻ അത്രയൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കേരളത്തിൻ്റെ വടക്കേ ഭാഗം, അതായത്
തെക്ക് കോഴിക്കോട് കോരപ്പുഴ മുതൽ വടക്ക് കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയുള്ള ഭാഗങ്ങൾ ഭരിച്ചിരുന്നത് കോലത്തിരി രാജാക്കന്മാരായിരുന്നു. അതിൽ തന്നെ കോലോത്ത് നാടിൻ്റെ വടക്കേ ഭാഗം ഭരിച്ചിരുന്നത്, അതായത് തെക്ക് കവ്വായിപ്പുഴ മുതൽ വടക്ക് ചിത്താരിപ്പുഴ വരെയുള്ള ഭാഗം ഭരിച്ചിരുന്നത് കോലത്തിരിയുടെ താഴെ കൂറുവാഴ്ചയുള്ള കോലത്തിരിയുടെ മരുമക്കളായ ഇളയ രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഇളയിടം, എളയിടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ആ വാക്ക് തന്നെയാണ് പിന്നീട് വാഗ്മയ വഴക്കത്തിലൂടെ അള്ളടമായി മാറിയത്. 14-ാം നൂറ്റാണ്ടിലാണ് അള്ളടാ സ്വരൂപം അല്ലെങ്കിൽ നീലേശ്വരം രാജവംശം രൂപീകൃതമായത്. 14-ാം നൂറ്റാണ്ടിന് മുൻപ് നേരത്തെ പറഞ്ഞ പോലെ കോലത്തിരിയുടെ ഇളയ രാജാക്കന്മാരാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത് കൊണ്ട് സ്വന്തമായി രാജവംശം ഉണ്ടായിരുന്നിട്ടും നീലേശ്വരം രാജവംശത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ കോലത്തിരി രാജവംശത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് നീലേശ്വരത്തിൻ്റെ സ്വന്തം നീലേശ്വരം രാജവംശം അഥവാ അള്ളടാ സ്വരൂപം ഉണ്ടായത് എന്ന കൗതുകമുണർത്തുന്ന ഒരു കഥയോളം ആസ്വദിക്കാൻ പറ്റുന്ന ആ ചരിത്രത്തിലേക്ക് പോകാം. 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരിയും കോലത്തിരിയും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. സാമൂതിരിയുടെ ആക്രമണ ഭീഷണി ഭയന്ന നാടുവാഴികളും കോലത്തിരിയും മുൻകൈയെടുത്ത് ഇതിനൊരു ഉപായം കണ്ടെത്താൻ ശ്രമിച്ചു. അതേ തുടർന്ന് കോലോത്തു നാട്ടിലെ ചിറക്കൽ കോവിലകത്തെ രണ്ടാംകൂർ രാജാവായ വടക്കിളംകൂർ ഉണ്ണിത്തിരി എന്ന സ്ഥാനപ്പേരുള്ള എളയിടത്തിരി കേരളവർമ്മ സാമൂതിരിയുടെ തന്ത്രങ്ങളും പദ്ധതികളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണ വേഷത്തിൽ സാമൂതിരി കോവിലകത്തെത്തി. ആഭിജാത്യവും പാണ്ഡിത്യവും ഒത്തിണങ്ങിയ ബ്രാഹ്മണ വേഷത്തിലെത്തിയ എളയിടത്തിരി കേരളവർമ്മ വേഗം തന്നെ സാമൂതിരി കോവിലകത്തെ ഉന്നത സ്ഥാനികരുടെയും സാമൂതിരിയുടെയും തന്നെ വാത്സല്യത്തിനും ഇഷ്ടത്തിനും പാത്രമായി. സാമൂതിരി കോവിലകത്തിൻ്റെ പരിസരത്ത് താമസിക്കുവാനുള്ള അനുവാദവും വേഗം തന്നെ നേടിയെടുത്തു. ക്രമേണ രാജസഭയിലെ വിദൂഷക പദവിയിലും തുടർന്ന് കോവിലകത്തെ മേൽനോട്ടക്കാരനാവുകയും ചെയ്തു. സാമൂതിരി കോവിലകത്ത് നടക്കുന്ന യുദ്ധതന്ത്രങ്ങളും മറ്റു രഹസ്യ വിവരങ്ങളുമൊക്കെ അപ്പോൾ തന്നെ ചാരന്മാർ മുഖേന കേരളവർമ്മ കോലത്തിരിക്ക് അറിയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു യുദ്ധം ഒഴിവായ അവസ്ഥയിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ സാമൂതിരിയുടെ നെടിയിരിപ്പ് സ്വരൂപത്തിലെ വംശമായ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ സാമൂതിരിയുടെ അനന്തരവളായ മാങ്കാവ് കോവിലകത്തെ ഭാഗീരഥി തമ്പുരാട്ടിയുമായി ഈ യുവാവ് സ്നേഹത്തിലാവുകയും തമ്പുരാട്ടി ഗർഭിണിയാവുകയും ചെയ്തു. അതിനൊക്കെ മുൻപേ ഈ കഴിവുള്ള ബ്രാഹ്മണ യുവാവിനെ കൊണ്ട് തൻ്റെ അനന്തരവളെ കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളായിരുന്നു എന്ന് സാമൂതിരിക്ക് തോന്നിയിരുന്നു അത്രേ. ഈയിടെയാണ്, അതായത് ഭാഗീരഥി തമ്പുരാട്ടി ഗർഭിണിയാണ് എന്ന കാര്യം പരസ്യമാവുന്നതിന് മുൻപേ ഒരു ദിവസം ചാരന്മാർ വഴി കോലോത്ത് നാട്ടിലെ കോലത്തിരി രാജാവ് തീപ്പെട്ട വിവരം, അതായത് മരിച്ച വിവരം കേരളവർമ്മ അറിയുന്നത്. അറിഞ്ഞപാടെ അദ്ദേഹം തമ്പുരാട്ടിയോട് പോലും പറയാതെ കോലോത്ത് നാട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ഇളയരാജാവായ കേരളവർമ്മ കോലത്തിരി രാജാവിൻ്റെ ശേഷക്രിയകൾ ചെയ്യുകയും അതിനുശേഷം രാജാവായി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇളമുറത്തമ്പുരാൻ രഹസ്യമായി സാമൂതിരി കോവിലകം വിട്ടതോടെ അവിടെ അന്വേഷണമായി. ഗർഭിണി കൂടിയായ ഭാഗീരഥി തമ്പുരാട്ടി നല്ലവണ്ണം പരവശയായി. എങ്ങുനിന്നോ വന്ന ഒരാളെ തൻ്റെ അനന്തരവളുമായി കല്യാണം ആലോചിക്കാനിടയായ സാഹചര്യമോർത്ത് സാമൂതിരിയും വ്യാകുലപ്പെട്ടു. നീതിപാലകരായ പുരോഹിതന്മാരെ വരുത്തി പിന്നീട് കാര്യവിചാരം നടത്തി. ഗർഭിണിയായ ഭാഗീരഥി തമ്പുരാട്ടിക്ക് കുലഭ്രഷ്ട് കൽപ്പിച്ചു. ഓട്ടത്തോണിയിൽ കടലിലൊഴുക്കാനായിരുന്നു വിധി. ഇതൊക്കെ അപ്പോൾ തന്നെ ചാരന്മാർ വഴി കോലത്തിരി രാജാവായ കേരളവർമ്മ അറിയുന്നുണ്ടായിരുന്നു. വിദഗ്ധരായ തോണിക്കാരെയും പരിചാരകരെയും കോലത്തിരി കോഴിക്കോട് മുതൽ ചിറക്കൽ വരെയുള്ള കടൽ ഭാഗങ്ങളിൽ അന്വേഷണത്തിനായി വിന്യസിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ തോണിയെയും തമ്പുരാട്ടിയെയും വളപട്ടണം പുഴയുടെ തീരത്ത് കണ്ടെത്തുകയും അവരെ രക്ഷപ്പെടുത്തി ചിറക്കൽ കോവിലകത്ത് വെച്ച് വിധിപ്രകാരം തമ്പുരാട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവർക്ക് ജനിച്ചതൊരു പെൺകുട്ടിയായിരുന്നു. അവളെ പുല്ലഞ്ചേരി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോലോത്ത് നാടിൻ്റെ വടക്ക് ഭാഗം ഭരിച്ചിരുന്നത് ഇളമുറ തമ്പുരാക്കന്മാരായിരുന്നു. അതിൽ പ്രധാനികളായിരുന്നു അള്ളോനും മന്നോനും. ഇവരുടെ പ്രധാനമന്ത്രിമാരും ഉപദേശകരും വലിയ ബുദ്ധിശാലികളും സൂത്രശാലികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ കോലോത്തിരിയുടെ ആജ്ഞ പലപ്പോഴും ഇവർ അനുസരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇത് കോലത്തിരിയുടെ അപ്രീതിക്ക് കാരണമായി.
ഈ അവസരത്തിലാണ് രാജാവിന് തോന്നിയത് തന്നിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് സാമൂതിരി കോവിലകത്ത് നിന്ന് വന്ന ഭാഗീരഥി തമ്പുരാട്ടിയുടെ പ്രൗഢിക്കും പ്രശസ്തിക്കും ഉതകുന്ന രീതിയിലും തന്നിലൂടെ ഉണ്ടായ പെൺകുഞ്ഞിൻ്റെ കുടുംബ പരമ്പര നിലനിർത്താനും പ്രത്യേക രാജ്യം അവർക്ക് നൽകുന്നതായിരിക്കും ഉചിതമെന്ന്. അങ്ങനെയാണ് മാതൃസ്ഥാനം സാമൂതിരി രാജവംശവും പിതൃസ്ഥാനം കോലത്തിരി രാജവംശവുമായ നീലേശ്വരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നീലേശ്വരം രാജവംശം അഥവാ അള്ളട സ്വരൂപം 14-ാം നൂറ്റാണ്ടിൽ രൂപീകൃതമായത്. നീലേശ്വരം കോവിലകത്തിന് 4 താവഴികളിലായി കുടുംബാംഗങ്ങളുണ്ട്. തെക്കേ കോവിലകം, കക്കാട്ട് മഠത്തിൽ കോവിലകം, വടക്കേ കോവിലകം, കിണാവൂർ കോവിലകം എന്നിവയാണവ. അതിൽ കക്കാട്ട് കോവിലകം മാത്രം അല്പം അകലെ മടിക്കൈ ഗ്രാമത്തിലാണ്. മറ്റു 3 കോവിലകങ്ങളും നീലേശ്വരം പടിഞ്ഞാറ്റം കൊഴുവലിലാണ്. 4 താവഴികളിൽ നിന്നുമായി ഏറ്റവും പ്രായം ചെന്ന തമ്പുരാൻ മൂത്തരാജാവുകയും ക്രമത്തിൽ വയസ്സനുസരിച്ച് 2-ാം കൂർ, 3-ാം കൂർ, 4-ാം കൂർ, 5-ാം കൂർ ഈ ക്രമത്തിൽ കൂറുവാഴ്ച നടത്തുകയും ചെയ്യുന്നു. കൂറുവാഴ്ച നടക്കുന്നത് തളിയിലെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. ഈ 4 കോവിലകങ്ങളിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന കോവിലകം തെക്കേ കോവിലകമാണ്. തെക്കേ കോവിലകമായിരുന്നു കൂടുതൽ ഭൂസ്വത്തുക്കൾ കൈവശം വെച്ചിരുന്നതും ഭരണ സംവിധാനം ഉണ്ടാക്കിയതുമൊക്കെ. തെക്കേ കോവിലകത്തിൻ്റെ വലിയ രാജാവാണ് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായി തുടരുന്നത്. ഈ 4 കോവിലകങ്ങളിലെ കുടുംബങ്ങളും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഒരുപോലെ സഹകരിച്ചിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപേ ഇവിടെ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്നതാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ശിവനോളം തുല്യ പ്രാധാന്യം ഇവിടെ വിഷ്ണുവിന് നൽകി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവനെപ്പോലെ തന്നെ പടിപ്പുര വിഷ്ണുവിന് നിർമ്മിച്ചിട്ടുള്ളത്. ഉപദേവതകളായി ഗണപതിയും ശാസ്താവുമുണ്ട്. ശ്രീകോവിലിൻ്റെ തെക്കേ ഭാഗത്ത് ദക്ഷിണാമൂർത്തിയുമുണ്ട്. കുംഭമാസത്തിലെ പഞ്ചമി ദിവസം കൊടിയേറി 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആറാട്ട് മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളത്ത്, പള്ളിവേട്ട, നീലേശ്വരം ചിറയിൽ വെച്ചുള്ള ആറാട്ട്, ആറാട്ട് സദ്യ, പൂരദിവസം മന്നംപുറത്ത് കാവിലമ്മയുമായുള്ള കൂടിക്കാഴ്ച എഴുന്നള്ളത്ത് എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ചടങ്ങുകൾ. ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമായി ഈയിടെ കഴിഞ്ഞതേയുള്ളൂ. പ്രദോഷ ദിവസങ്ങളും ശിവരാത്രി, വിഷു പോലുള്ള ആഘോഷങ്ങളും ഇവിടെ പ്രധാനമാണ്. വിശേഷാൽ പൂജകളും അന്നേ ദിവസം ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെയുള്ള ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കാണുക കേട്ടോ. ചാനലിൻ്റെ പേര് നിർവാണ ഫ്രെയിംസ് എന്നായതുകൊണ്ട് തന്നെ അതേ പേരിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി തുറന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യട്ടോ. ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ റീൽസ് ആയിട്ട് അതിനകത്ത് ഇടുന്നുണ്ട്. വിളക്കുമാടവും ക്ഷേത്രഗോപുരങ്ങളും കൊടിമരവും ആനപ്പന്തിയുമൊക്കെ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. ലക്ഷദീപാരാധന ഇവിടെ നടത്തിവരുന്നു. ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുള്ള വീഡിയോ ക്ലിപ്സൊക്കെ ഈ വർഷം ശിവരാത്രിക്ക് ഇവിടെ വന്നപ്പോൾ എടുത്ത ക്ലിപ്പുകളാണ്. ശിവക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അന്നേ ദിവസം നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇത് ക്ഷേത്രത്തിന് പുറത്തുള്ള അയ്യപ്പ മഠമാണ്. ഇവിടെ എപ്പോഴും അയ്യപ്പ ഭജന ഉണ്ടാവാറുണ്ട്. നിർവാണ ഫ്രെയിംസ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് തളിയിൽ അമ്പലത്തെക്കുറിച്ചും നീലേശ്വരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പറയാനുള്ളത്. മൊത്തത്തിലുള്ള ചരിത്രമൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് ചരിത്രം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പരിചയമുള്ളവർക്ക് ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.